അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സമാദരണീയരായ പണ്ഡിതന്മാരെ, വേദിയിൽ സന്നിഹിതരായ എസ്എസ്എഫിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, ഈ മഹത്തായ അവസരത്തിൽ എനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ കിട്ടിയ വിഷയം ചേരിചേരാ നയത്തിലേക്ക് തിരിച്ചു നടക്കുന്ന ഇന്ത്യ. എന്തുകൊണ്ടും നമുക്കറിയാം, ലോകത്ത് രണ്ട് ചേരികളായി കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരിയും ചേർന്നുകൊണ്ട് ലോകത്തിലെ ഒരുപാട് രാഷ്ട്രങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ മഹാനായ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവും ടിറ്റോയും ജമാൽ നാസറും ചേർന്നുകൊണ്ട് തുടങ്ങിയ ചേരിചേരാ നയത്തിലെ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിന് ലോകത്ത് ഒരുപാട് സംഭാവനകൾ കൊടുക്കാനും ലോകത്തിലെ മൂന്നാൻകിട രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരായി വാഴാനും ഇവിടെ സാധിച്ചിരുന്നു. എങ്കിൽ കാലക്രമേണ കമ്മ്യൂണിസം തകരുകയും മുതലാളിത്ത രാഷ്ട്രങ്ങൾ ലോകത്തിന്റെ നെറുകയിലേക്ക് വരികയും ചെയ്തപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ അമേരിക്കയും ചേരിയിലേക്ക് തിരികെയും ഇന്ത്യയുടെ അസ്തിത്വം തന്നെ കളഞ്ഞുകുളിക്കുന്ന നയത്തിലേക്കും തിരിഞ്ഞിരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ നരമാദത്തിന് നേതൃത്വം നൽകിയ രാഷ്ട്രത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. കാലക്രമേണ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് അംഗീകാരം കൊടുക്കാനും ആ രാഷ്ട്രത്തിനോട് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാഷ്ട്രമായും മാറാൻ ഇന്ത്യ രാഷ്ട്രം കാരണമായി. അമേരിക്കയുടെ പേക്കൂത്തുകൾക്കും അമേരിക്കയുടെ അവകാശങ്ങൾക്കും വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിനെതിരെ UN-ൽ കൊണ്ടുവന്ന 40ഓളം വരുന്ന പ്രമേയങ്ങളെ വീറ്റോ ചെയ്തില്ലാതാക്കിയ അമേരിക്ക, ഈ അമേരിക്കൻ പക്ഷത്തിലേക്ക് ഇന്ത്യ നടന്നിരുന്നൊരു കാലഘട്ടം ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മുതലാളിത്തത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും എല്ലാം പേര് പറഞ്ഞ് ലോകത്തൊരുപാട് രാഷ്ട്രങ്ങളെ, ലോകത്ത് മിക്ക രാഷ്ട്രങ്ങളെയും ഊറ്റിക്കുടിച്ച അമേരിക്ക ഇന്ന് സാമ്പത്തികമായി കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഈ വഴിയിലേക്ക് സഞ്ചരിച്ചു വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് UN പ്രമേയത്തിലൂടെ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് വേണ്ടിക്കൊണ്ട് അവിടുത്തെ പ്രസിഡന്റ് അബ്ബാസ് ഒരു പ്രമേയം പാസാക്കിയപ്പോൾ അമേരിക്കയുടെ ശക്തമായ പ്രതികരണമുണ്ടായിട്ടും അമേരിക്കയുടെ ശക്തമായ സ്വാധീനമുണ്ടായിട്ട് പോലും ഇന്ത്യ അവിടെ നെഞ്ചുറപ്പോടുകൂടി ഫലസ്തീനു വേണ്ടി നിലകൊണ്ടു എന്ന് പറയുന്നത് തന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മാത്രം ഇന്ത്യയിൽ നിന്ന് കാണാൻ കഴിഞ്ഞ ഒരു വ്യവസ്ഥാപിതമായ കാര്യമാണ്. ഇതുപോലെ തന്നെ നമുക്കറിയാം, ശേഷം വന്ന സിറിയയുടെ പ്രശ്നം, ലിബിയ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അവിടുത്തെ ആഭ്യന്തര പ്രശ്നത്തിന്റെ പേരിൽ അവരുടെ സമ്പത്തും അവരുടെ എണ്ണയും കൊള്ളയടിച്ചുകൊണ്ട് നാറ്റോ സൈനികർ ആയിരക്കണക്കിന് വരുന്ന ആ രാഷ്ട്രത്തിലെ മനുഷ്യരെ ചുട്ടുകൊന്നു, പച്ചയായിക്കൊണ്ട് അവരുടെ ആയുധങ്ങൾക്കിരയാക്കി. എങ്കിൽ സിറിയ എന്ന് പറയുന്ന മുസ്ലിം രാഷ്ട്രത്തെ കൂടി ഇല്ലാതെയാക്കുക എന്ന ലക്ഷ്യവുമായി കൊണ്ട് അമേരിക്ക പ്രമേയവുമായി വന്നു. ഈ പ്രമേയത്തെ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാനായിരുന്നു അമേരിക്കയുടെ നയമെങ്കിൽ ഇന്ത്യ അവിടെ ചങ്കൂറ്റത്തോടുകൂടി നിന്നതിന്റെ ഒറ്റക്കാരണത്താൽ ഇന്ത്യയും ബ്രസീലും ദക്ഷിണാഫ്രിക്കയും ലബനാനും അടക്കമുള്ള രാഷ്ട്രങ്ങൾ അമേരിക്കക്കെതിരായി കൊണ്ട് അവിടുത്തെ സിറിയക്ക് അനുകൂലമായി കൊണ്ട് നിലകൊണ്ടു. ഇതുകൊണ്ട് തന്നെ ലോകത്ത് സിറിയ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിനെതിരെ ഒരുപാട് ഉപരോധങ്ങളും കച്ചവടവും ആയുധപരമായി കൊണ്ട് അവരെ ആക്രമിക്കാനും തയ്യാറായെടുത്തെന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇതുപോലെ ഏറ്റവും ലാസ്റ്റായിക്കൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് വളരെ ശക്തമായി കൊണ്ട് താക്കീത് നൽകിയതിന്റെ പേരിൽ ഇറാനെതിരായിക്കൊണ്ട് ഇന്ത്യ വോട്ട് ചെയ്തിരുന്നു. എങ്കിൽ മഹ്മൂദ് നജാദ് ഇന്ത്യയുടെ പ്രസിഡന്റിനെ ക്ഷണിച്ച അവസരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്ഷണം സ്വീകരിക്കുകയും ഇറാൻ സന്ദർശിക്കാൻ തയ്യാറാവുകയും ചെയ്തു. എങ്ങനെയെന്നാൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന വാതക പൈപ്പ് ലൈൻ പദ്ധതി പോലും അമേരിക്കക്ക് വേണ്ടി ഇന്ത്യ രാഷ്ട്രം ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ രാഷ്ട്രവും ദക്ഷിണാഫ്രിക്കയും ബ്രസീലും അടക്കമുള്ള ലോകത്തെ മറ്റൊരു അച്ചുതണ്ട് അമേരിക്കയുടെ മേധാവിത്വത്തിന് മേലെ ചോദ്യചിഹ്നമായി കൊണ്ട് വളർന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ചേരിചേരാ രാഷ്ട്രങ്ങൾ, ഈ ചേരിചേരാ രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ അപ്രമാദിത്വത്തിനെതിരെയും അമേരിക്കയുടെ ക്രൂരതകൾക്കെതിരെയും ശക്തമായ പ്രതികരണം നടത്തിക്കൊണ്ട് ലോകത്തിനൊരു ബദലായിക്കൊണ്ട് വളർന്ന് ലോകത്തിലെ കിയാവിന്റെയും മൂന്നാംകിട രാഷ്ട്രങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ ലോകത്ത് UN-ൽ ഉണ്ടാകുമെന്ന് നമുക്ക് കാണാൻ കഴിയും. വിശിഷ്യ UN എന്ന് പറയുന്ന ലോക സംഘടന വെറും നോക്കുകുത്തികളായിക്കൊണ്ട് ലോകത്തിലെ പ്രശ്നങ്ങളോട് സംവദിക്കാൻ കഴിയാത്ത, ലോകത്തിലെ പ്രശ്നങ്ങളോട് ഒരു മിണ്ടാപ്രാണി നയം മാത്രം സ്വീകരിച്ച UN-ൽ ഇന്ത്യയുടെ ശബ്ദം ശക്തമായി കൊണ്ടുവന്നു. മൂന്നാംകിട രാഷ്ട്രങ്ങളുടെ ശബ്ദം UN-ന്റെ രക്ഷാസമിതിയെ തന്നെ ഉടച്ചു വാർത്തുകൊണ്ട് മുന്നോട്ട് നയിക്കാൻ ഇന്ത്യക്ക് കൂടുതൽ ഊർജ്ജം പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.